അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഒരുപാട് ആനകളുടെ എന്താ പറയുക ഒരു ദിവസമാണ് ഇന്നത്. എല്ലാ ആനപ്രേമികളും എല്ലാ കാട്ടാനകളെയും എല്ലാ മൃഗങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഇന്നത്തെ ഒരു വീഡിയോ ആണ്, സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരുപാട് ആനകളാണ് നമുക്ക് ഇന്ന് ഈ പ്രാവശ്യം കാണാൻ പറ്റിയത്. ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും ബാക്കോട്ടും എപ്പോഴും നോക്കിയാലും ആനകളുടെ മേളാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ പലതവണയും നമ്മൾ നൈറ്റ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് ആനകളെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം ആനകളെ ഞങ്ങൾ സത്യമായിട്ട് ആദ്യത്തെ കാണുന്നത്. നമ്മൾ പോണ വഴി ആ സൈഡ് കാണാം, പക്ഷേ ഇടത്തും വലത്തും നമ്മൾ തൊട്ടടുത്ത് ഇപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ തൊട്ടടുത്ത് ഒരു ആന, അപ്പുറത്തെ ഒരു ആന, ഫ്രണ്ടിലൊരു ആന, പിന്നെ എല്ലാം ഈ പറഞ്ഞ പെണ്ണാനകളായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ആനകളുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി യാത്ര അറിയാലോ, എല്ലാം എന്താ പറയുക, വയനാട് വരുന്ന എല്ലാവർക്കും നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് ആയാലും ബന്ദിപ്പൂരായാലും ഗൂഡൽ റൂട്ടായാലും മസനഗുഡി ഈ പറഞ്ഞ ഈ റൂട്ടിൽ കൂടി പോകുന്ന ഒരു ഫീൽ അത് പറഞ്ഞറിയാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ കാട് ശരിക്കും നമ്മൾ എന്താ ഒരു തവണ വരുന്നതല്ല, പലതവണ വരുമ്പോഴും പലതരത്തിലുള്ള എക്സ്പീരിയൻസാണ് കാട് നമുക്ക് സമ്മാനിക്കുന്നത്. അത് ഒരുപാട് അനുഭവിച്ചുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഈ റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മടുക്കില്ല, അത്രത്തോളം എന്താ പറയുക അടിപൊളി ഒരു യാത്രയാണ് നമ്മുടെ ബന്ദിപ്പൂര് മുത്തങ്ങ പറഞ്ഞ എല്ലാ റൂട്ടും. നമ്മുടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മലക്കപ്പാറ ആണെങ്കിലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത്തിരി കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം വെച്ചാൽ അവിടുത്തെ റൂട്ട് അതുപോലെ തന്നെ ഇല്ലിക്കാടുകളും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് വിസ്തരിച്ച് പോകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും പുറമേ നമ്മുടെ മലക്കപ്പാറ വീഡിയോസും എല്ലാ വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ എന്താ പറയുക ആനകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കാട്ടാനകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആനപ്രേമികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഒരുപാട് ആനകളുണ്ട്, അത് നിങ്ങൾ കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് പിടിയാനകൾ ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയൊരു പോകാനായിട്ട് പേടിയുണ്ടായി. കാരണം ഇവരിഞ്ഞ് ഇപ്പുറത്തേക്ക് വരാനാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ബാക്കിൽ ഒരു വേറെ ലോറിക്കാരനുണ്ടായിരുന്നു, പുള്ളി പൊക്കോന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ടിൽ കാർ പോയപ്പോൾ നമ്മൾ പിന്നെ പുറകെ പോയി. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പം ഇനി നമുക്ക് കാഴ്ചകൾ കാണാം. പിന്നെ എത്ര തവണ വന്നാലും മടുക്കാത്ത ഒരിടമാണ് നമ്മുടെ ഈ ഒരു ബന്ദിപ്പൂര് ഫോറസ്റ്റ്. അപ്പോൾ എല്ലാവരും കൂടെ പോര്, നമുക്ക് ഇനി വരുന്ന കാഴ്ചകളെല്ലാം കണ്ടിരിക്കാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി സമയമായി. ഇപ്പോഴും ഇരുട്ടായിട്ടില്ല, നമുക്ക് അത്യാവശ്യം നമുക്ക് വെളിച്ചമുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന കൊമ്പനാണ് നിങ്ങൾ ന്യൂസിലും റീൽസിലും കാണുന്ന വ്യക്തി. ഇവനാണ് ഇത്തിരി പ്രശ്നക്കാരൻ. ഇവൻ തല നിർത്തി ഫുഡ് ചോദിക്കുന്നു, ചിലത് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് അനക്കുന്നു കുത്തുന്നു, ഇതൊക്കെയാണ് ഇവൻ്റെ ഹോബീസ്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഈ ഇത്തിരി ബ്ലോക്ക് വന്ന ആശാന ഒരു അരമണിക്കൂറും ബ്ലോക്ക് വന്നിട്ടാണ് പോയത്. വൈഫാണെങ്കിൽ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല, അവർക്കാണെങ്കിൽ പേടിച്ച് വിറച്ച് പോയി. കാരണം വെച്ചാൽ നമുക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ ഫ്രണ്ടിലൊരു വേറെ ലോറിക്കാരൻ വന്നു. അപ്പോൾ അവർ മുഖേന നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റി. അങ്ങനെ അത് കടന്നതിന് ശേഷം നമ്മൾ വന്നപ്പോൾ ആണ് നല്ലൊരു എന്താ പറയുക ഒരു കുഞ്ഞാനകളും എന്താ പറയുക തള്ളയാനകളും എല്ലാവരും കൂടി പോകുന്ന നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. കുറച്ചൊരു എനിക്ക് തോന്നുന്നു 10 ആനകളുണ്ട്. അതിലൊരു 5-6 ആനകൾ ഏകദേശം കുഞ്ഞാണ്, അതിൽ തന്നെ കൊമ്പന്മാരുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചകളാണ് ഇങ്ങനെ നിരനിരന്ന് പോകാൻ കാണാൻ പറ്റിയത്. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവർ ഇപ്പുറത്തേക്ക് റോഡ് കിടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പയ്യെ ഇവർ പോയി ആണ് പോകുന്നത്. ഇതിൽ ഫ്രണ്ടിലൊരു ആനയുണ്ട്, ഇതാണ് ലീഡർ. അപ്പോൾ ഇത് മുഖേനയാണ് എല്ലാവരും വഴി പോരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അടുത്ത സംഭവം. റൈറ്റും ലെഫ്റ്റും ഇവിടെയാണ് ഞാൻ പറയുന്നത്. എവിടെ നോക്കിയാലും ആനകൾ ഇപ്പോൾ കാണാം. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡും കാണാം, റൈറ്റ് സൈഡും കാണാം. സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. ഫസ്റ്റ് ടൈമാണ് ഇത്രയ്ക്ക് അടുത്ത് ഇങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് കാഴ്ച കാണാം. പിന്നെ ദൈവത്തെ ഓർത്ത് ഹോൺ അടിക്കരുത്. നിങ്ങൾ ഇവിടെ ഏത് കാട്ടിൽ വന്നാലും ഒന്നും പറയണ്ട. ഇവിടുത്തെ ബന്ദിപ്പൂരിൽ പ്രത്യേകിച്ച് ഹോണടിയുടെ ബഹളമാണ്. അപ്പോൾ ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ
ഈ എന്താ പറയുക, ഫ്രണ്ടിൽ പോകുന്നവരായാലും ബാക്കി പോകുന്നവരായാലും എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. അപ്പോൾ ദൈവത്തോർത്ത് ആരും ഹോൺ അടിക്കരുത്. കാടിൻ്റെ നിയമം പാലിക്കുക. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യരുത്. കാട് എങ്ങനെയാണോ അതേ രീതിയിൽ പോവുക. നമ്മൾ അവരെ കാണാൻ വന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഏരിയ നമ്മൾ വന്നതാണ്. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പോവുക, മറിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആരും അങ്ങനെ പാലിക്കാറില്ല. ഇത് പാലിക്കാതെ വരുമ്പോൾ എന്താ, അങ്ങനെ ചെയ്ത വ്യക്തിക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ പുറകെ വരുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് വരുന്ന വ്യക്തികൾക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതോർത്ത് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു രാത്രി കാഴ്ച. അപ്പോൾ എന്താ പറയുക, ഈ നെക്സ്റ്റ് അടുത്ത വീഡിയോസ് വരുന്നുണ്ട്, നമ്മുടെ നാഗർഹോളെ കബനിക്ക് വീഡിയോസ് വരുന്നുണ്ട്, എല്ലാവരും കാണാം. അപ്പോൾ നിങ്ങളും ഇങ്ങനെ നൈറ്റ് യാത്ര നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കാടിൻ്റെ നിയമം നിങ്ങൾ പാലിച്ച് മാത്രമേ നിങ്ങൾ എന്ത് കാര്യങ്ങളും ചെയ്യാവുള്ളൂ. ഒരിക്കലും നിങ്ങൾ തെറ്റായിട്ട് ഇത് ചെയ്യരുത്. മറ്റുള്ള എന്ത് ചെയ്തോട്ടെ, പക്ഷേ ആ ചെയ്യുന്നവരെ നമ്മൾ തിരുത്തി നമ്മളെ കാടിൻ്റെ നിയമം പാലിച്ച് കൊണ്ടുപോവുക. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയും ഇങ്ങനെ രാത്രി പോകുമ്പോൾ പല നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓരോ കാട്ടിലെ യാത്രയും. ചിലപ്പോൾ ഇങ്ങനെ രാത്രി പോകുമ്പോൾ ചിലപ്പോൾ വല്ല കടുവയെ ചാടി പോവുക. എല്ലാ എക്സ്പീരിയൻസ് ആണ്, പറയാൻ പറ്റില്ല, ലെക്ക് അനുസരിച്ചാണ്. പിന്നെ ഒരു 11 മണിക്ക് നമുക്ക് ഇതിൽ കൂടി ബസ്സുണ്ട്, നമ്മൾ ഡയറക്റ്റ് മൈസൂർ. അതിപ്പോൾ വേണമെങ്കിൽ മസ്റ്റായിട്ട് മിക്കവാറും എന്തായാലും ഒരു കടുവേനെങ്കിലും അല്ലെങ്കിൽ പുലിനെങ്കിലും കാണാൻ പറ്റും. അത് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ അത് നമ്മളൊരു ദിവസം വരുന്നുണ്ട് ആ ഒരു 11 മണി ടൈമിൽ. അപ്പോൾ അടുത്ത വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ രാത്രി യാത്ര സന്ധിച്ച് എന്താ പറയുക, ആ ഒരു കാടിൻ്റെ ഭീകരത മനസ്സിലാക്കി നിങ്ങൾ മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോസ് വരുന്നത് എനിക്കും കാണാം.